എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഡിഷ് സോയ ചങ്ക്സിൻ്റെ ഒരു ഉഗ്രൻ ഗ്രേവിയാണ്. ഒരുപാട് പ്രോട്ടീൻസ് ഇറങ്ങുന്നതാണ് ഈ സോയ ചങ്ക്സ്. അതുപോലെ തന്നെ വെയിറ്റ് ഗെയിനും വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് സോയ ചങ്ക്സാണ് എടുത്തിട്ടുള്ളത്. ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ അത് 10 മിനിറ്റ് ഒരു നേരം ഹോട്ട് വാട്ടറിൽ ഇട്ട് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് ഇവിടെ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ വെള്ളം തിളപ്പിക്കുക, ഒരു 5 മിനിറ്റ് വെള്ളം തിളപ്പിക്കുന്നതിനോട് കൂടിയിട്ട് ഈ സോയാബീൻ ഒന്ന് ഞാൻ ബോയിലാക്കി എടുക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 2 ഉള്ളി, അതുപോലെ 2 തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്കായാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ചൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു കുരുമുളക് പൊടി, കൊറിയൻഡർ, കറി ലീഫ്, മുളക് പൊടി, ചിക്കൻ പൗഡർ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചിക്കൻ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് നന്നായി ക്രഷ് ചെയ്തെടുക്കാം. പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതിലേക്ക്. ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോഴേക്ക് നമ്മുടെ സോയ ചങ്ക്സ് ഇവിടെ ബോയിലായിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളപ്പിച്ചതോട് കൂടിയിട്ട് അത് നന്നായി വെന്തിട്ടിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് ഇടുമ്പോൾ അത് വേവുമില്ല, പിന്നെ ഭയങ്കര കയ്പ്പായിരിക്കും അതിൽ നിന്ന് വരുന്ന വെള്ളത്തിന്. അപ്പോൾ ഞാനതിൽ ചൂടുവെള്ളം മാറ്റിയിട്ട് അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. വെള്ളത്തിൻ്റെ കളറ് കണ്ടൊരു മഞ്ഞ കളറ്, ആ വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ അവിടെ സോയാബീൻ റെഡിയാക്കിയിട്ടുണ്ട്. ഞാനവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു പട്ടയും 2 ഗ്രാമ്പു, ഒരു ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ മസാലയ്ക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനത്തെയൊക്കെ മസാലയ്ക്ക് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഫ്ലേവറിന് ടേസ്റ്റ് ആയിരിക്കും. പച്ചമുളക് ഞാനിവിടെ കീറിയിട്ടിരിക്കുന്നത്. അതുപോലെ 2 ക്രഷ് ചെയ്തതും ജിഞ്ചറും ഗാർലിക്കും ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയ ശേഷം, ഒരുപാട് നേരമൊന്നും വേണ്ട, ജസ്റ്റ് 2 മിനിറ്റ് വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം ഉള്ളിയും തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. എപ്പോഴും ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വഴന്ന് കിട്ടിയാലും കറിക്ക് ഒരു തിക്നെസ്, അതുപോലെ ടേസ്റ്റും നന്നായിട്ട് വഴറ്റിയെടുത്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പൊടികളുടെ അളവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം കേട്ടോ, അല്ലാണ്ട് അത് വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. മുളക് പൊടി ഞാനൊക്കെ 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി അതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് കുറച്ച് കറിക്കും തിക്നെസ്സും ഉണ്ടാവില്ല. ഒരുപാടായാൽ പിന്നെ സ്പൈസി ആവും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഒരു 3/4 സ്പൂണാണ് എടുത്തിട്ടുള്ളത് എല്ലാതും. നമുക്ക് എല്ലാവരും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം സോയ ചങ്ക്സിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും, കറിയിലേക്ക് വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. മസാല ഇതെല്ലാം ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയൊക്കെ ഉപ്പോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം ഒന്ന് വേവിക്കാം. ഒരു 10-15 മിനിറ്റോളം വേവിക്കുമ്പോഴേ സോയ ചങ്ക്സ് നല്ല സോഫ്റ്റായിട്ട് വേവുള്ളൂ. അതുപോലെ മസാലയൊക്കെ അതിൻ്റെ പച്ചവാസനയൊക്കെ വിട്ട് നല്ല ടേസ്റ്റായിട്ട് വരണമെങ്കിൽ ഒരു 10-15 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യും, അടി പിടിക്കാതിരിക്കാൻ. നമ്മുടെ സോയ ചങ്ക്സ് ഇവിടെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ചപ്പാത്തിക്കൊക്കെ വളരെ ബെസ്റ്റാണ്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ഒരുപാട് പ്രോട്ടീൻസൊക്കെ ഉള്ള ഒന്നാണ് ഈ സോയ ചങ്ക്സ്. നമുക്ക് ലാസ്റ്റ് ഒന്ന് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം.
നോൺ വെജൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ ഈസിയാണ്, അതുപോലെ ടേസ്റ്റിയുമാണ്. ഒരുപാട് വിലയൊന്നും ഇല്ലാത്ത സാധനമാണ്, പക്ഷേ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ സോയ ചങ്ക്സ്. അപ്പോൾ ഈ മെത്തേഡിലൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.